മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഇപ്പോൾ നോമ്പ് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവായ ദൈവം നമുക്ക് നൽകിയ ദൈവപുത്രനായ യേശുവിനിലൂടെ രക്ഷാകര പ്രവർത്തനം അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും നാം വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ ദിവ്യബലി. ആ ദിവ്യബലിയിലൂടെ നാം എന്ത് നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയാണ് വിശുദ്ധ ബലി. ഈ വിശുദ്ധ ബലിയിലേക്ക് പിതാവായ ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്ത ദൈവപുത്രനിലൂടെ നാം നിത്യമായ ജീവനിലേക്ക് രക്ഷ പ്രാപിക്കാനുള്ള അവസരം നൽകി. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് പുത്രനായ യേശു ഭൂമിയിലേക്ക് വരികയും നമുക്കായിട്ട് ബലിയർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. എന്നും കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട്, എന്നും ഓരോ ദിവ്യബലികളിലും കർത്താവിൻ്റെ ആത്മാവ് ബലി അർപ്പിക്കുവാനായിട്ട് വരുന്നതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ദിവ്യബലിയിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് എത്തിച്ചേരുമ്പോൾ ഇന്ന് ഏത് രീതിയിലാണ് നാം കർത്താവിനെ സ്വാഗതം ചെയ്യുന്നത്? കർത്താവിനെ ആദരിക്കുകയാണോ അതോ നിന്ദിക്കുകയാണോ നാം ചെയ്യുന്നതെന്ന് ഈ സമയം നാം വിചിന്തനം നടത്തുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ ഭൂമിയിൽ പ്രലോഭനങ്ങളെ ഉണ്ടാവുള്ളൂ. അവ തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധങ്ങളായ ആ വചനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എഫേസ്യസ് 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള ആ വാക്യങ്ങളെ നാം ശ്രവിച്ചും ഗ്രഹിച്ചും പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയാൽ മാത്രമേ നമുക്ക് നിത്യമായ ജീവനിലേക്ക് എത്തുവാൻ സാധ്യമാകൂ. ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കളായ നാം ഇന്ന് ആരുടെ കൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് രക്ഷ നൽകിയ പോലെ ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയിൽ ഓരോ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകിക്കൊണ്ട് തന്നെ കർത്താവ് തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ച്, ഈ ഭൂമിയിൽ അയക്കുന്നത് കർത്താവിൻ്റെ ദൗത്യം നിറവേറ്റുവാനാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടാണോ ഇന്ന് നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്? ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് നാം എവിടേക്ക് എത്തിച്ചേരണമെന്നുള്ള ആ ചിന്ത നമ്മളിലേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ലക്ഷ്യപ്രാപ്തിക്കായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഈ തിരുസഭയെ നയിക്കുന്ന പല പിതാക്കന്മാരും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെല്ലാവരും തന്നെ കർത്താവിൻ്റെ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം കർത്താവ് നൽകിയ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കാതിരുന്ന മോശയുടെ അവസ്ഥയെക്കുറിച്ചിട്ടും നാം മനസ്സിലാക്കാനായിട്ട് വചനഭാഗം എടുത്തു നോക്കിയാൽ മതി. ഇന്ന് ദൈവജനത്തെ നയിക്കുവാനായിട്ട് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പിതാക്കന്മാർ ഇന്ന് കർത്താവായ യേശു അർപ്പിക്കുന്ന ദിവ്യബലിയെ അവഹേളിക്കുന്ന പുരോഹിതരെയും മറ്റെല്ലാ വ്യക്തികളെയും അവർക്ക്
ഒത്താശ ചെയ്തു കൊടുക്കുന്നതായ ഒരവസ്ഥയിലൂടെയല്ലേ ഇന്ന് ഈ പിതാക്കന്മാർ പ്രവർത്തിക്കുന്നത്? യേശുവിന് ബലിയാകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ അരപ്പട്ട, ആ ചുവന്ന നാട, അത് നിങ്ങൾ ബലിയാകുക എന്നതാണ്. എന്നാൽ ഇന്നുള്ള ഒരു പിതാക്കന്മാരും കർത്താവിന് വേണ്ടി ബലിയാകാനായിട്ട് താല്പര്യമില്ല. ഞങ്ങൾ കർത്താവിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ശിശുക്കളെ പോലെ നിങ്ങളായിരിക്കുവിൻ, എന്നാലേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പം കർത്താവിലൂടെ സഞ്ചരിക്കേണ്ടതായ ഈ ദൈവജനത്തെ നയിക്കേണ്ടവരായ പിതാക്കന്മാരും പുരോഹിതരും കർത്താവിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുള്ള സന്യസ്തരുമെല്ലാം ഇന്നുള്ള യുവതലമുറകളെയും കുടുംബങ്ങളെയും എല്ലാം ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് അവരെ നിത്യനാശത്തിലേക്ക് നയിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന് തെറ്റുകൾ സംഭവിക്കും. എന്നാൽ ആ തെറ്റുകളെ കുറിച്ചിട്ട് അനുദപിച്ചുകൊണ്ട് കർത്താവ് നൽകിയ ദൗത്യം പൂർത്തീകരിക്കുക, അതാണ് ഏറ്റവും ഉചിതമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, വചനം ലോകത്തെ അറിയിക്കണമെന്ന ആ സത്യം ഞാൻ എന്നിലൂടെ എൻ്റെ കടമ നിർവഹിക്കുകയാണ്. സുവിശേഷ ലോകമെങ്ങും ഉദ്ഘോഷിക്കേണ്ട കാലഘട്ടത്തിൽ ഇന്ന് കർത്താവായ യേശുവിനെ ബലിപീഠത്തിലും ദേവാലയങ്ങളിലും അവഹേളിച്ചുകൊണ്ട് സമ്പത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും മാത്രമായിട്ട് പോകുന്നതായ തിരുവസ്ത്രങ്ങൾ ധരിച്ച് സഞ്ചരിക്കുന്നതായ പിതാക്കന്മാരെ നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ യേശുവിൻ്റെ മാതൃകയല്ല. യേശുവിനോട് നിങ്ങൾക്ക് കൂറില്ല എന്ന് തന്നെ പറയേണ്ടതായ അവസ്ഥയിലൂടെയാണ്. കാരണം ഞങ്ങൾക്കാണ് അധികാരം ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി ആ അധികാരം വിനിയോഗിക്കുകയും അവിടെ ബലിയാകേണ്ടി വന്നിരുന്നെങ്കിൽ അതിന് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളിലും നിങ്ങളൊരു പരിഹാരവും ചെയ്യാതെ നിഷ്ക്രിയമായിട്ട് പോകുന്ന ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം കർത്താവിൻ്റെ രണ്ടാം വരവ് അത് നീതിമാനായിട്ടുള്ള വരവാണ്, വിധിയാളനായിട്ട് വരുന്നതാണ്. അവിടെ കരുണയുടെ സബ്ജക്റ്റ് ഇല്ല എന്ന് തന്നെയാണ് നമ്മളെ സഭയും സുവിശേഷവും പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ മറ്റൊരു അടിമത്തത്തിൽ പെട്ടുപോയതിൻ്റെ ബന്ധനത്തിലായതിൻ്റെ ഒരവസ്ഥയാണ്. ഈ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയും ഉപവാസത്തിലൂടെയും കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. നിങ്ങൾക്ക് നൽകിയ അധികാരം ശരിയായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ നിർവഹിക്കുക. ഈ പെസഹ കാലഘട്ടത്തിലെങ്കിലും വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധി ദൈവജനത്തിന് നൽകുവാനായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യുക. കർത്താവായ യേശു ഒരിക്കലും തൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നുള്ള സത്യം സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വ്യക്തികൾക്ക് മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം, ഈ സഭ ഉടനീളം ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കാരണം സഭയുടെ സീനഡ് തീരുമാനിച്ചതാണ് ഏകീകൃത കുർബാനയും വിശുദ്ധ കുർബാനയുമെല്ലാം. എന്നാൽ നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും കാലുമാറിക്കൊണ്ട് കർത്താവിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചു. കർത്താവിനെതിരെ ശബ്ദം ഉയർത്തുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അവർ പോലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിട്ട് മാത്രമാണ് അവർ നിത്യമായ നാശത്തിലേക്ക് പോകുന്നതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഓരോ
തെറ്റുകൾ ചെയ്യുമ്പോഴും അവർക്ക് ശിക്ഷ നൽകുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ടതായ ഉത്തരവാദിത്തമായിരുന്നു, ആ അധികാരമായിരുന്നു നിങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ ആത്മാവിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളെല്ലാവരും മൗനം പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആർക്കും തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. എന്തെന്നാൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലില്ല. ദൈവവചനം നിങ്ങളിലില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾക്ക് ശരിയായ മാർഗവും ശരിയായ വെളിച്ചവും നൽകുവാൻ സാധിക്കാത്തത്. ഇനിയെങ്കിലും ഈ പെസഹ കാലഘട്ടത്തിലെങ്കിലും പിതാക്കന്മാരെ, പുരോഹിതരെ, സന്യസ്തരെ, ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. കാരണം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്, നിങ്ങൾ നാശത്തിലേക്ക് പോകരുതേ എന്നുള്ളത്. തീർച്ചയായിട്ടും നാശം മാത്രം മതിയെന്ന് ചിന്തിക്കുന്നവർക്ക് ആ നാശം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. എന്നാൽ അനുദപിക്കുവാൻ സാധിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന്, ആ വെളിച്ചം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എത്ര ഇരുട്ടിലായാലും ദൈവത്തിൻ്റെ ആ വെളിച്ചം നമുക്ക് ലഭിക്കും. അത് ലഭിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒന്നായിട്ട് തിരുസഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. അതിനായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ബ്രദർ തോമസ് ജോർജ്.